നിങ്ങൾ കലാപരമായി ഇതൊക്കെ വ്യാഖ്യാനിക്കാം എടുക്കാനാണെന്നുള്ള കാര്യം ഞാൻ അംഗീകരിക്കുന്നു. മന്ത്രി പറഞ്ഞത് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് 1500 കോടി രൂപ നമുക്ക് ലഭ്യമാവുന്നത് പാവപ്പെട്ട കുട്ടികൾക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കാൻ SSIയുടെ ഫണ്ട് ലഭിക്കാനും ഇതിൽ ഒപ്പിടേണ്ടത് അനിവാര്യമായി വന്നപ്പോൾ അതേസമയത്ത് മറ്റേതെങ്കിലും തരത്തിൽ നയപരമായ മാറ്റം സംസ്ഥാനത്ത് ഉണ്ടാവില്ല എന്ന കാര്യം ദൃഢനിശ്ചയത്തോടുകൂടി തന്നെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിച്ചു. അതിന്റെ എക്സാമ്പിളും അദ്ദേഹം പറഞ്ഞു. മുമ്പ് ഗാന്ധിജിയെക്കുറിച്ചുള്ള പാഠം ഒഴിവാക്കണം എന്ന് പറഞ്ഞിടത്ത് ഒഴിവാക്കില്ല എന്ന് പറഞ്ഞ് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. അതേപോലെ തന്നെ കേന്ദ്രം പറഞ്ഞിട്ടുള്ള അത്തരം വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാത്ത ഗവൺമെന്റാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഗവൺമെന്റ്. അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിന്റെ നിബന്ധനകൾക്കോ വിധേയമായിട്ടല്ല, മറിച്ച് ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ഇവിടെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യത്തോട് ചർച്ച ചെയ്ത നിലപാടുകൾ തന്നെ എന്ന കാര്യം പറഞ്ഞുകൊണ്ട് അതേസമയത്ത് ഇവർക്ക് ലഭിക്കാനുള്ള ഈ ഫണ്ട് നിഷേധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് സ്വീകരിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് ഇന്നലെ പറഞ്ഞിട്ടുള്ളത്. അതാണ് എന്റെ അഭിപ്രായം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ പുരോഗതി എങ്ങനെയാണ് കാണുന്നത്? കൂടാതെ ഈ മുരാരി ബാബു വന്നിട്ടുണ്ട്, ആളുടെ വീട് നിർമ്മാണം, ആഡംബര വീട് നിർമ്മാണം അടക്കം അന്വേഷണ പരിധിയിലേക്ക് വരുന്നില്ല. അത് ഓരോ ചോദ്യത്തിന് പറഞ്ഞു ജോസി. ഇപ്പൊ കേട്ട വാർത്ത വളരെ സന്തോഷകരമായൊരു വാർത്തയാണ്. സംസ്ഥാന ഗവൺമെന്റ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആരായിരുന്നാലും അവരെ കൽത്തുറങ്കിലും സ്വർണം ശബരിമലയിൽ എത്തിക്കുക എന്നതുമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ദേവസ്വം ബോർഡും അത് തന്നെ സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു SIT ആണ് രൂപീകരിച്ചത്. ആ SIT അന്വേഷണത്തിൽ വളരെ ത്വരിതഗതിയിലാണ് അവരുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തതായി നമ്മൾ കണ്ടു. അതിനുശേഷം മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തതായി കണ്ടു. ഇപ്പോൾ ഏതായിരുന്നാലും അന്വേഷണ സംഘം അതിൻ്റെ പുരോഗതി നല്ലൊരു ഘട്ടത്തിലേക്ക് കടന്നതിൻ്റെ ഭാഗമാണ് ബാംഗ്ലൂരിലെ ബെല്ലാരിയിൽ നിന്ന് സ്വർണം കണ്ടെടുത്തു എന്ന വാർത്ത മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അത് കണ്ടപ്പോൾ വലിയ സന്തോഷം. നമ്മൾ പറഞ്ഞോടത്തെത്തും സ്വർണം ശബരിമല എത്തിക്കാനും കള്ളന്മാരെ അകത്താക്കാൻ ആരായിരുന്നാലും എന്ന നിലയ്ക്ക് ആ വാർത്ത നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ സന്തോഷം പോരുന്നത് കണ്ടെടുക്കാൻ കഴിഞ്ഞ് തിരിച്ച് ശബരിമല എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യം. ആ നിലയിൽ സംസ്ഥാന സർക്കാർ എന്താണോ ആദ്യം പറഞ്ഞത് ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. മറ്റു കേസിൽ ഏതെങ്കിലും ആധികാരികമായി തെളിവ് സഹിതം വരുന്ന കാര്യം ഇപ്പൊ ഗുരുവായൂരിലെ ആദ്യം വന്നത് ശരിയല്ല എന്ന് അവർ ആധികാരികമായി തന്നെ പറഞ്ഞു. അവിടെ യാതൊരു രൂപത്തിലുള്ള ക്രമക്കേടോ ഒരു പണവയുടെ സ്വർണം പോലും അവിടെ നഷ്ടപ്പെട്ടില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്നലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അത് പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ തന്നെ പോയി പരിശോധിച്ചിട്ട് കൃത്യമായി കൊടുത്ത സർട്ടിഫിക്കറ്റ് എല്ലാം വിശദീകരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. വാർത്തകളൊന്നും വരുമ്പോൾ പലതിന് പുറമെ പലതായി വരും. പക്ഷേ ആധികാരികമായി അത് വിശദീകരിക്കേണ്ട ദേവസ്വം ബോർഡിന്റെ ചെയർമാനും അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററും മറ്റു ഉദ്യോഗസ്ഥന്മാരും. അതെ, അത് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യത്തിൽ അങ്ങനെയുള്ളത് അവരെ പരിശോധിക്കാനും പറയാം. അപ്പൊ അത്തരം കാര്യങ്ങൾ എവിടെ വന്നിരുന്നാലും നമ്മൾ പരിശോധിക്കാറുണ്ട്. അത് അതെല്ലാം ബോർഡാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാകുമ്പോൾ ആ ബോർഡാണ് അതൊക്കെ പരിശോധിച്ച് അത്തരം പ്രശ്നങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് നടപടിയൊക്കെ സ്വീകരിക്കേണ്ടത്. ഗവൺമെന്റ് അതിനൊരു അധികാരമില്ല. ഇപ്പോൾ ഈ ഉരുക്കിയ നിലയിലാണല്ലോ സ്വർണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തിയത്. നമ്മുടെ ശബരിമലയിൽ നിന്ന് മോഷണം പോയതാണെന്ന് തെളിയിക്കുന്നതിന് ശാസ്ത്രീയ പരിശോധനകളും മറ്റും വേണ്ട. ഇനി അത് SIT അല്ല, അത് നമുക്ക് അതിന്റെ മറ്റു വിശദാംശങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് ശരിയല്ല. അപ്പൊ നിങ്ങളുടെ ചോദ്യം ശരിയാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ SIT ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിന്റെ മേൽനോട്ടമുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തുറന്ന് എന്തൊക്കെയാണ് ചെയ്യുക, മറ്റൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് അന്വേഷണം നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നു. അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്ത് സ്പീഡിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമുക്കതിൽ സന്തോഷമുണ്ട്. സ്വർണം കണ്ടെടുത്തു എന്ന് പറയുമ്പോൾ ഇനി അതാണോ മറ്റു കാര്യങ്ങളിൽ അവർ പരിശോധനയ്ക്ക് വരട്ടെ. ബാക്കി കക്ഷികൾ ആരൊക്കെ ഉണ്ടെന്നെല്ലാം വരട്ടെ. നമുക്ക് കൃത്യമായി നമുക്കെല്ലാം അറിയാൻ അവകാശമുണ്ട്. ആരാണ് മോഷ്ടാക്കളെന്നും എവിടെയാണ് സ്വർണ്ണമെന്നും അത് തിരിച്ച് ശബരിമല എത്തിക്കണം. ആ ആഗ്രഹം നമ്മൾ അതുപോലെ തന്നെ നിറവേറ്റുന്ന രൂപത്തിലേക്കാണ് ഗവൺമെന്റ് നിലപാടും കോടതി. അത് ഭാവിയിൽ നമ്മൾ ഇത് സംബന്ധിച്ച് ഇതെല്ലാം വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ശബരിമല ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ നിന്നും ഒരു കൂട്ടം കാട്ടുകള്ളന്മാർ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് വിറ്റ ആ വിഷയത്തിൽ ദേവസ്വം മന്ത്രി പ്രതികരിക്കുകയായിരുന്നു. അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ് എന്നുകൂടി പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.